തങ്ങൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ രാഷ്ട്രപതിക്ക് നിവേദനം നൽകി. ആംബുലൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യ പ്രവർത്തക പദവി നൽകുക, ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കുക, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട പ്രധാന സംഘടനയായ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നിവേദനം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. AOD എന്ന് പറയുന്ന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ആംബുലൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ആരോഗ്യ പ്രവർത്തകരായിട്ട് സർക്കാർ അംഗീകരിക്കുക. പിന്നെ രണ്ടാമത്, നമുക്ക് ആംബുലൻസുകൾക്ക് രാത്രിയിൽ സഞ്ചരിക്കാൻ മറ്റുള്ള വണ്ടികളുടെ വെളിച്ചം കൊണ്ട് ഡ്രൈവർമാർക്ക് ഓടിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരണം. കമ്പനി ലൈറ്റ് ആ വെട്ടത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് അതിന് പെറ്റി ഈടാക്കുന്ന പരിപാടികൾ അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒഴിവാക്കി തരണം. പിന്നെ GPS എന്ന് പറയുന്ന ഒരു സംവിധാനം ആംബുലൻസിലും ഉണ്ട്, എല്ലാ വണ്ടികളിലും ഉണ്ട്. പക്ഷേ GPS ഒരു ഓഫീസും കാര്യങ്ങളും എല്ലാം അനിവാര്യമാണ്. നമ്മൾ GPS മുഖാന്തരം അറിയിക്കുന്ന കാര്യങ്ങൾ അവിടെ ഓഫീസിൽ അറിഞ്ഞാൽ അത് നമുക്ക് റിപ്ലൈ തരേണ്ട സാഹചര്യം ഒരു ഓഫീസ് അനിവാര്യമാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. 6000-7000 രൂപ കൊടുത്ത് ഒരു GPS ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് തുടക്കകാലം മുതൽ സർക്കാരിനോട് മാറി വരുന്ന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ ആരോഗ്യ പ്രവർത്തകരായിട്ട് അംഗീകരിക്കുക. കാരണം കോവിഡ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള ഏത് മഹാമാരി വന്നാലും പ്രൈവറ്റ് മേഖലയിലെ ആംബുലൻസുകാർ തീർച്ചയായിട്ടും അവിടെ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ AOD എന്ന് പറയുന്ന സംഘടന വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ 100-150 ആംബുലൻസും മൊബൈൽ ഫ്രീസറുമായിട്ട് ഇവിടുന്ന് ചെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, ഒരു പാരിതോഷികവും പ്രതീക്ഷിക്കാതെ. എന്നിട്ട് പോലും ഞങ്ങളെ ആരോഗ്യ പ്രവർത്തകരായിട്ട് അംഗീകരിക്കുന്നില്ല. ആരോഗ്യ പ്രവർത്തക പദവി നൽകി ഔദ്യോഗികമായി ആരോഗ്യ പ്രവർത്തകരായി പ്രഖ്യാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ആംബുലൻസുമായി ബന്ധപ്പെട്ടവർക്ക് നൽകുക തുടങ്ങി പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെച്ചപ്പെട്ട ചികിത്സയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആംബുലൻസ് മേഖലയിൽ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക, ആംബുലൻസ് തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ ഈ ക്ഷേമനിധി ബോർഡിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, അപകട മരണങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കൃത്യമായി നൽകുക, അർഹരായ ആശ്രിതർക്ക് PSC വഴി തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് ബിജു പോൾ, സെക്രട്ടറി ശ്യാം R, ട്രഷറർ പ്രദീപ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സലിം E എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.